സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വ്യാഴാഴ്ചയിലത്തെ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ആനന്ദും കുടുംബവും, അതായത് ബാലനും കുടുംബവും ഒക്കെ കൂടി പോകുന്നുണ്ട്. എല്ലാവരും കൂടെ നിശ്ചയത്തിനായിട്ട് പോകുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ ആര്യനും മിത്രയും ഒക്കെ ദേവമംഗലത്തേക്ക് വരുന്നുണ്ട്. അതിനുള്ള വഴികളൊക്കെ നമ്മുടെ ഗോമതി ഒപ്പിച്ച് എന്തായാലും ബാലൻ ചെന്ന് വിളിച്ച് നമ്മുടെ ആര്യൻ തിരിച്ചു വരുന്നുണ്ട്. ആര്യനും ഗോമതിക്കും അതുപോലെ തന്നെ നന്ദിതയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു മക്കളെ നേരിട്ട് എപ്പോഴും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവർ നിശ്ചയത്തിന് പോകണ്. അവിടെ ചെന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നല്ല വലിയൊരു വീട്, മണിമാളിക പോലത്തെ ഒരു വീടാണ് വാടകയ്ക്ക് എടുത്തിരുന്നത്. അത് സ്വന്തം വീടാണെന്ന് വിചാരിച്ചിട്ട് ബാലനൊക്കെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തന്നെ വല്ലാത്തൊരു വിഷമമായിരുന്നു. ബാലൻ്റെ വീടിനേക്കാളൊക്കെ ഒരുപാട് വലിയ വീടായിരുന്നു. അങ്ങനെ ആ ചടങ്ങൊക്കെ നല്ല ഭംഗിയായി നടന്ന് വളയൊക്കെയാണ് ഗോമതി ഇടുന്നത്. പെണ്ണിന് വളയൊക്കെ ഇട്ട് അതിന് ശേഷം ആനന്ദിൻ്റെ നമ്പറൊക്കെ മേടിച്ച് എന്തായാലും ഇനി ശ്രീദേവി ഒന്നും പറയില്ല എന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും കല്യാണം നടക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്പറൊക്കെ പരസ്പരം കൊടുത്ത് പിന്നെ ഭയങ്കര വിളിയും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗോമതി ബാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ അമ്മ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊങ്ങച്ചത്തിന് ഒട്ടും കുറവ് കാണിക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോടീശ്വരൻ്റെ മോളാണ്, അതുകൊണ്ട് മറ്റുള്ള മരുമക്കൾ നിന്നെക്കാളും താഴ്ന്നു തന്നെ നിന്നാൽ മതി, മുകളിലേക്ക് ആവരുത്, അതിന് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വന്ന് കയറി അപ്പം തന്നെ ശരിക്കും മിത്രനെ മീനാക്ഷിനെ അപമാനിക്കുന്നുണ്ട് ശ്രീദേവി. നിങ്ങളുടെ അച്ഛനും അമ്മയൊന്നും കല്യാണത്തിന് വന്നില്ലല്ലേ, നിങ്ങൾ അച്ഛനും അമ്മയൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലേ, നിങ്ങൾക്ക് അച്ഛനും അമ്മനെയും കാണാനൊന്നും പറ്റില്ലല്ലേ, നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഒളിച്ചോട്ടായിരുന്നല്ലേ, ഞാൻ അറിഞ്ഞിരുന്നു, അച്ഛൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടുകാരായിട്ടൊരു സഹകരണമൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ച് ദേവി പരിഹസിക്കുന്നുണ്ട് നമ്മുടെ മിത്രനെ മീനാക്ഷിനെ. മീനാക്ഷിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ മിത്ര ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞ് കൈമ പിടിച്ച് തടയുന്നത് കൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം ക്ഷമിക്കും. എന്നിട്ട് പറയും, അയ്യോ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടാ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ രണ്ടുപേരും വീട്ടുകാരായിട്ട് സഹകരണം ഇല്ലയെന്ന് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടത് കൊണ്ട് പറഞ്ഞതാണ്, അയ്യോ എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നല്ല കുട്ടിയാവാനൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീദേവി.